എറണാകുളം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ നഴ്സിംഗ് കോളേജിൽ 1ാം വർഷ വിദ്യാർത്ഥികൾക്ക് നേരെ റാഗിംഗ്. 3ാം വർഷ വിദ്യാർത്ഥി ഗോവിന്ദ് വി നായർ, 4ാം വർഷ വിദ്യാർത്ഥി സുജിത് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അടിക്കുകയും തൊഴിക്കുകയും ഇടിക്കുകയൊക്കെ ആയിരുന്നു. പുറത്തും അവര് പറഞ്ഞായിരുന്നു, ഇതെങ്ങാനും കംപ്ലൈന്റ് കൊടുത്താ പിന്നെ പുറത്തിറങ്ങുമ്പോൾ തന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. 1ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയായ പ്രണവ്, സുഹൃത്തുക്കളായ പ്രണവ്, അർജുൻ എന്നിവരാണ് റാഗിങ്ങിനിരയായത്. 3 പേരെയും 3ാം വർഷ വിദ്യാർത്ഥിയായ ഗോവിന്ദ് നായർ അയാളുടെ ഇടപ്പള്ളിയിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി നഗ്നരാക്കി ഇരുതുടകളിലും ഹാങ്ങർ കൊണ്ട് അടിക്കുകയും മുതുകത്ത് ഇടിക്കുകയും തൊഴിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. ഗോവിന്ദിനൊപ്പം 4ാം വർഷ വിദ്യാർത്ഥിയായ സുജിത് കുമാറും ഉണ്ടായിരുന്നുവെന്നും പ്രണവ് പരാതിയിൽ പറയുന്നു. മർദ്ദന വിവരം പുറത്തു പറഞ്ഞാലോ കേസ് കൊടുത്താലോ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പ്രണവ് പരാതിപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചേരാനെല്ലൂർ പോലീസ് ഗോവിന്ദ് നായരെയും സുജിത് കുമാറിനെയും അറസ്റ്റ് ചെയ്തു. നേരത്തെയും വിദ്യാർത്ഥികൾ റാഗിങ്ങിനിരയായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ പരാതി നൽകിയെങ്കിലും മാതാപിതാക്കൾ ഇടപെട്ട് കേസ് പിൻവലിച്ചിരുന്നു. കോളേജിൽ സീനിയേഴ്സിനെ കണ്ടാൽ കുനിഞ്ഞു നിന്ന് നമഃശിവായ പറയണമെന്നും ജൂനിയേഴ്സിന് കോളേജിൽ മീശയും താടിയും വെക്കാൻ അനുവാദമില്ലെന്നും സീനിയേഴ്സ് നിർദ്ദേശിച്ചിരുന്നതായുള്ള വെളിപ്പെടുത്തലുകളും പുറത്തു വന്നിട്ടുണ്ട്. കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ന്യൂസ് മലയാളം, കൊച്ചി. റാഗിംഗ് കേസിൽ പ്രതികരണവുമായി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് രംഗത്ത്. പോലീസ് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം റാഗിംഗ് നടത്തിയ വിദ്യാർത്ഥികളെ കോളേജിൽ നിന്നും പുറത്താക്കുമെന്ന് ചെയർപേഴ്സൺ ഡോക്ടർ KT മോളി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അത് നമ്മളിപ്പം അതിനകത്ത് കൂടുന്നേ ഉള്ളൂ. നമ്മൾ എന്തായാലും പരാതി കിട്ടിയ ഉടനെ തന്നെ ആന്റി റാഗിംഗ് സെല്ല് കൂടിയിട്ട് നമ്മുടെ ആന്റി റാഗിംഗ് കമ്മിറ്റി കൂടി റിപ്പോർട്ടാക്കി എത്രയും പെട്ടെന്ന് അത് പോലീസിന് കൈമാറുകയാണ് നമ്മൾ ചെയ്തത്. ആന്റി റാഗിംഗ് സെല്ലിന്റെ അവര് പറയുന്ന നിർദ്ദേശം അനുസരിച്ച് നമ്മളത് കൊടുത്തിട്ടുണ്ട്. ഇവര് ഇപ്പം ഒരു സസ്പെൻഷൻ ആയിരിക്കത്തില്ല, അതിലും അപ്പുറത്തൊക്കെ ആയിരിക്കും. അതെന്തായാലും ആ പോലീസിന്റെ ഒരു റിപ്പോർട്ടും കൂടെ എനിക്ക് വരാനുണ്ട്. അതിനുശേഷമാണ്, അങ്ങനെയാണ് പറഞ്ഞത്.